MLA ആയി. PK ശശി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി. അത് ആ രാഷ്ട്രീയത്തിലേക്ക് UDF പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ശരിയായ നിലപാടെടുത്ത് പുറത്തു വരുന്നവരെ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പൊളിറ്റിക്കൽ ഡിസിഷനാണ് UDFൻ്റെത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അത് ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നിന്ന് ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ആ സമ്മേളന പ്രതിനിധികളും അതിന്റെ നേതാക്കന്മാരെ അതിൽ നിന്ന് വിട്ടുവരുന്നതിന്റെ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ മറ്റൊന്നിലേക്കും കടന്നില്ല. ആ പൊളിറ്റിക്സ് UDF പിന്തുടരുന്ന അതേ പൊളിറ്റിക്സ് RSP ഒരു ലെഫ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ മറ്റ് ലെഫ്റ്റ് പാർട്ടികളിൽ നിന്ന് കിട്ടുന്നവരെ സ്വീകരിക്കുന്ന നിലപാടെടുത്തു. ഇനിയും വരും ദിവസങ്ങളിലും ആൾക്കാർ വരാനിരിക്കുകയാണ്. ആ പൊളിറ്റിക്സ് UDFന്റെ പൊളിറ്റിക്സ് ഞങ്ങൾ പിന്തുടർന്നു എന്നുള്ളതിനെ കുറിച്ച് ശരിയായിരിക്കും. വ്യക്തിപരമായ വിഷമമുള്ള അവരെ കുറ്റം പറയുന്നില്ല, വ്യക്തിപരമായ മുൻകാല അനുഭവം. പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ആ ഉന്നത നിലവാരത്തിൽ നിന്നുകൊണ്ട് പൊതുരാഷ്ട്രീയത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ, വിഷമങ്ങൾ സഹിക്കണം. അവരത് പ്രതികരിച്ചതിലൊന്നും എനിക്കതിൽ വലിയ വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. ആ പൊതു രാഷ്ട്രീയമാണ്. പിന്നെ ഇത് വിവാദമാകുന്നു എന്ന് പറഞ്ഞാൽ ഏതായാലും അടുക്കളയിൽ നിന്ന് ഉണ്ടാകുന്ന ചില ചർച്ചയും അത് ഒരു മാധ്യമത്തിൽ ആദ്യം വരും. എനിക്കത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അവരുടെ ഉറ്റ ചങ്ങാതിയായ മറ്റത് വരും. പിന്നെ 3-4 പേര് സ്ഥിരമായിട്ട് അതെടുത്ത് ഫേസ്ബുക്കിലിടും. അങ്ങനെയുള്ള വാർത്തകളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ഇതൊന്നുമില്ല. ജെനുവിനായിട്ട് അതിൽ വിഷമം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതു രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ വിഷമം സഹിക്കുക എന്നേ എന്നെ കുറിച്ച് പറയാനുള്ളൂ. നമ്മുടെ നേച്ചർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അതിന്റെ പ്രക്രിയ ഇന്നലെ ഞാൻ ഫയൽ അത് ഒപ്പിട്ടതേ ഉള്ളൂ, നിരോധിച്ചുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ കുടിവെള്ളം അടക്കം നമ്മൾ കുടിവെള്ളം, പക്ഷേ പകരം ഈ ചില്ലൂപ്പിയിൽ ഉള്ളത് ആവശ്യത്തിന് കുടിവെള്ളം അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർക്ക് കുടിവെള്ളം തിരിച്ച് കുപ്പി മറുഭാഗത്ത് കാട് കടന്നില്ല, മറുഭാഗത്ത് കൊടുത്താൽ അതിനുള്ള കാശും റീഇംബേഴ്സ് ചെയ്യും കുപ്പിയുടെ. അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. കൺസർവേഷൻ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നു. ഗ്രീൻ പ്രോട്ടോക്കോളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ട്രൈബൽ അപ്ലിഫ്റ്റ്മെന്റ്, അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. അത് അതിവിപുലമായ പരിപാടി സംഘടിപ്പിക്കും. അടങ്ങുന്ന രാഷ്ട്രീയമാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും ഗാന്ധിയന്മാരെ മാത്രം എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ അവരുടെ ഒരു മുൻകാല സ്വഭാവം കണക്കിലെടുത്ത് അല്ല ചെയ്തത്. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വന്ന് ഡിവൈഎഫ്ഐയിൽ നിന്ന് കുറച്ച് പേര് വരുന്നു, എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നല്ല കാര്യമെന്ന് പറഞ്ഞു. RSP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പൊ അധികാരം മാറിയപ്പോഴത്തേക്കിനും പല ഭാഗത്ത്, പ്രത്യേകിച്ച് ദുർബലമായ ജില്ലകളിൽ ഒത്തിരി പേര് നിൽക്കുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയുള്ള ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് വരുന്നവരെ എടുത്താൽ മതി എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ഞാൻ കൊടുത്തത്. ആ നിലയിൽ വന്നവരെ സ്വാഗതം ചെയ്തു. അത്രയും മാത്രമേ കണ്ടുള്ളൂ. പൊതു താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ് അതിൽ പ്രവർത്തിച്ചത്.